Hello friends, welcome to Brace Stitching. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഈ ബ്ലൗസിൻ്റെ കഴുത്ത് ഭാഗം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലോത്താണ് ഇത്. ഈ ക്ലോത്ത് എടുത്ത് ഇപ്പം കഴുത്ത് ഭാഗം നമ്മൾ മുറിച്ചെടുക്കാൻ പോവുക. കഴുത്ത് ഭാഗം നമ്മൾ ഇങ്ങനെ നേരെയായിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ നേരെയായിട്ടല്ല നമ്മൾ മുറിച്ചെടുക്കേണ്ടത്, ഇങ്ങനെ ക്രോസായിട്ട് വേണം മുറിച്ചെടുക്കേണ്ടത്. വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. മനസ്സിലാകാത്തവർ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കഴുത്തിനുള്ള പീസ് മുറിച്ചെടുക്കാൻ പോവുകയാണ്. അത് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് വേണം മുറിച്ചെടുക്കേണ്ടത്. ഇത് കണ്ടില്ല, ഇങ്ങനെ ഒരു അളവിനെ തന്നെ. ഇത് നമുക്ക് ഒത്തിരി കൂടുതൽ വീതിക്കൊന്നും വേണ്ട, ഒരു ഇഞ്ച് വീതിയിലുണ്ടെങ്കിൽ മതി. ഇതിൻ്റെ വീതി, ഈ ക്ലോത്തിൻ്റെ വീതി നമുക്ക് 1 ഇഞ്ച് മതി. ആരംഭ സ്റ്റേജിലുള്ളവരാണെങ്കിൽ ഒരു 1.25 ഇഞ്ച് വരെ വെച്ച് എടുക്കാം. അതിനെ കൂടുതൽ വീതി വേണ്ട. കൃത്യമായ അളവിന് എല്ലാം ഒരുപോലെ വരത്തില്ല. ആദ്യമായിട്ട് തയ്ച്ച് പഠിക്കുന്നവർക്ക് ഒരുപോലെ ഒരളവിനെ തന്നെ വരത്തില്ല. അതുകൊണ്ട് ഒരു 1.25 ഇഞ്ച് വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ 2 പീസും കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഈ കോർണർ ഈ ഭാഗത്തിലും ഇങ്ങനെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഭാഗവും ഇങ്ങനെ സൈഡിലും ഇങ്ങനെ വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇവിടെ തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ പീസും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പീസും കൊണ്ടും നമ്മൾ ഇങ്ങനെ ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് കാണുമ്പം ഇങ്ങനെ നേർവശത്തിലാണ് ഇത് വേണ്ടത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഒന്നുകൂടെ കാണിച്ചു തരാവേ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് തയ്ച്ചതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊങ്ങി നിൽക്കരുത്, ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കരുത്. നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ഒരു റോപ്പ് ഉണ്ടാക്കുന്ന പോലെ, ഒരു വള്ളിയെ പോലെ ഇതുപോലെ നേരായിട്ട് കിട്ടണം. അങ്ങനെയുള്ള രീതിക്കൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ക്രോസായിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ പിടിപ്പിച്ചത് അടർത്തി മാറ്റാം. കണ്ടില്ലേ, ഇങ്ങനെ മാറ്റിയിട്ട് ഇത് നേരായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് കഴുത്തിൻ്റെ ഭാഗം എന്തേലും ഉണ്ടോ ആ അളവിനെ തന്നെ എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഈ തയ്യൽ തുമ്പിനുള്ള ഈ വശം ഉണ്ടല്ലോ, ഇങ്ങനെ ഈ വശം ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന പോലെ ഇങ്ങനെ ഒരു സൈഡ് മാത്രം. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുക. കൈ എടുത്ത് പൊക്കി ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഇതൊന്ന് തയ്യലിൻ്റെ അളവ് ശകലം കൂട്ടി വെച്ചാലും മതി. വലിയ തയ്യലാണെങ്കിലും അടർത്തി എടുക്കാൻ ശകലം എളുപ്പമുണ്ട്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അടർത്തി എടുക്കാം തയ്ച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കഴുത്ത് ഭാഗം എന്തേലും വേണോ ആ അളവിന് തന്നെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു സൈഡ് മാത്രം ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ബ്ലൗസിനകത്ത് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ബൈ.